നമസ്കാരം. ആലപ്പുഴ കരുവാറ്റയിൽ വയോധികനായ ശിവൻകുട്ടി ചെട്ടിയാരെ കൗമാര സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട്. കൊലപാതകവും കവർച്ചയും നേരിട്ട് നടപ്പിലാക്കിയ 3 കൗമാരക്കാരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയ ഹർജി വരും ദിനങ്ങളിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പരിഗണിക്കും. കഴിഞ്ഞ ആഴ്ച പരിഗണിക്കേണ്ടിയിരുന്ന അപേക്ഷ ഓണം അവധികൾക്ക് ശേഷമാണ് ബോർഡ് പരിഗണിക്കുവാൻ മാറ്റിവെച്ചത്. പ്രതികളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ കരുവാറ്റയിലെ സംഭവസ്ഥലത്ത് പ്രതികളെ എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തുവാനാണ് ഹരിപ്പാട് പോലീസിന്റെ തീരുമാനം. ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചും കൊലയ്ക്ക് മുൻപ് ശേഷവും പ്രതികൾ നടത്തിയ തയ്യാറെടുപ്പുകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാനായ ഒരു പ്ലാൻ ബി വരെ ഈ കൗമാര സംഘം തയ്യാറാക്കിയിരുന്നു. പോലീസിനെ പോലും ഞെട്ടിച്ചതും ഇക്കാര്യം തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ കൊലപാതകവും കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന നിയമപരമായ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്ത് വരും മാസമായ സെപ്റ്റംബർ പകുതിയോടുകൂടി തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നത്. ഈ കേസിൽ പ്രതികളായ 3 ആൺകുട്ടികളും 16 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഇവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവവും ക്രൂരതയും കണക്കിലെടുത്ത് ഇവർ മുതിർന്ന കുറ്റവാളികളെ പോലെ തന്നെ വിചാരണ ചെയ്യണമെന്ന ശക്തമായ അപേക്ഷയാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുക. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെ ഈ കേസിന്റെ വിചാരണ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാനുള്ള കൃത്യമായ നിയമ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഈ കേസ് അന്വേഷണത്തിൽ പോലീസിനെ നിലവിൽ വല്ലാതെ വട്ടം കറക്കുന്ന ഒരേ ഒരു ദുരൂഹത അവശേഷിക്കുന്നുണ്ട്. ഈ വയോധികനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തുവാൻ 13 വയസ്സുകാരിയ സ്വന്തം പേരക്കുട്ടി എന്തിന് ആസൂത്രണം നടത്തി എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം കണ്ടെത്തുക എന്നതാണത്. 13 വയസ്സുകാരുടെ തുടർച്ചയായ മൊഴിമാറ്റങ്ങളാണ് പോലീസിന് വട്ടം കറക്കുന്നത്. അന്വേഷണ സംഘത്തോട് 3 തവണയാണ് ഈ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞത്. ഒന്നാമത്തെ മൊഴി കൊല്ലപ്പെട്ട ശിവൻകുട്ടി ചെട്ടിയാർ തന്നോട് മോശമായ രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചുവെന്നും അതിനുള്ള പ്രതികാരമായിട്ടാണ് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയതെന്നുമായിരുന്നു. പിന്നീട് രണ്ടാമത്തെ മൊഴി ഈ പെൺകുട്ടി പെട്ടെന്ന് തന്നെ മലക്കം മറിഞ്ഞു, വീട്ടിൽ നിന്നും താൻ സ്വർണം മോഷ്ടിച്ചിരുന്നുവെന്നും ഈ വിവരം വയോധികൻ പുറത്തു പറയുമെന്ന ഭയന്നുകൊണ്ടാണ് സുഹൃത്തുക്കളുടെ സഹായം തേടിയതെന്നും ഇത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നുമാണ് കുട്ടി മാറ്റി പറഞ്ഞത്. തുടർച്ചയായ മാറ്റങ്ങളാണ്. ഇതിന് ശേഷവും കൃത്യമായ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കാതെ പെൺകുട്ടി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസിന് നൽകുന്നത്. നിലവിൽ ഈ പെൺകുട്ടി കോഴിക്കോട്ടെ സർക്കാരിന്റെ സംരക്ഷണ കേന്ദ്രത്തിലാണ് കഴിയുന്നത്. കുട്ടിയുടെ മൊഴികളിലെ സത്യാവസ്ഥയും വസ്തുതകളും വേർതിരിച്ചറിയാൻ പോലീസ് ഇപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന്റെ സഹായം തേടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കാണ് ഇതിന്റെ ചുമതല. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും പരിചയസമ്പന്നനായ കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ ഈ ആഴ്ച തന്നെ പെൺകുട്ടിയെ വിശദമായി കൗൺസിലിംഗിന് വിധേയമാക്കും. ഈ കൗൺസിലിംഗിലൂടെ പുറത്തുവരുന്ന ശാസ്ത്രീയ വിവരങ്ങൾ കൂടി പോലീസ് തങ്ങളുടെ കേസ് ഡയറിയുടെ ഭാഗമാക്കും. അതേസമയം പിടിയിലായ 3 ആൺകുട്ടികളും നിലവിൽ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത്. പെൺകുട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഈ ക്രൂരകൃത്യത്തിന് മുതിർന്നതെന്നാണ് ഈ ആൺകുട്ടികൾ പോലീസിന് നൽകിയിട്ടുള്ള ഒരേയൊരു നിർണായക മൊഴി. ഇവരുടെ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തുവാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെ ഇവരെ വീണ്ടും വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഹരിപ്പാട് പോലീസിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാതെ, എന്നാൽ അതേസമയം കൃത്യമായ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് ശക്തമായി കോടതിയിൽ എത്തിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള വഴി. മൊബൈൽ ഫോൺ അമിതവേഗം നിയന്ത്രിച്ചതിലുള്ള മുൻവൈരാഗ്യവും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബൈക്കും ഐഫോണും സ്വന്തമാക്കാനുള്ള കൗമാരക്കാരുടെ അന്ധമായ സാമ്പത്തിക മോഹങ്ങളും ഒക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കൊലപാതകം നടന്ന കരുവാറ്റയിലെ വാടക വീട് ഇപ്പോൾ പൂർണ്ണമായും വിജനമാണ്. ശിവൻകുട്ടിയുടെ ഭാര്യയും ഈ കുട്ടിയുടെ അമ്മയും ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഈ കുടുംബം മുൻപ് തന്നെ അയൽവാസികളോടോ നാട്ടുകാരോടോ അധികം ഇടപെടാതെ പൂർണ്ണമായി അകലം പാലിച്ചാണ് ജീവിച്ചത്. ക്രൂരമായ കൊലപാതകത്തിൽ സ്വന്തം കൊച്ചുമകൾ തന്നെ മുഖ്യ സൂത്രധാരയായതറിഞ്ഞതോടെ നാട്ടുകാരും ഞെട്ടലിലാണ്. വിദേശത്ത് ജോലി ചെയ്ത മക്കൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ കഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഈ കുട്ടിയുടെ അമ്മ. തന്റെ അച്ഛൻ കൊല്ലപ്പെടുകയും സ്വന്തം മകൾ തന്നെ ആ കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകുകയും ചെയ്തുവെന്ന സത്യം അവരെ കടുത്ത മാനസികാഘാതത്തിലും നിരാശയിലും ആഴ്ത്തിയിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ മൃതദേഹം വിദേശത്തു നിന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകളെത്തിയ ശേഷമാണ് സംസ്കരിച്ചത്. തന്റെ മക്കൾക്കായി അദ്ദേഹം കരുവാറ്റയിൽ വാങ്ങിയിട്ടിരുന്ന ഭൂമിയിലെ പുതിയ വീടിന്റെ തറയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിന് ചിതയൊരുക്കിയത്. സ്വന്തം മകളുടെ കുട്ടി കാരണം തങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ആ മക്കൾ.